ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സിനെയാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എങ്ങനെ പരസ്യം ചെയ്യാന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ 2 രീതിയിൽ പരസ്യം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതെ, 2 രീതിയിൽ നമുക്ക് പരസ്യം ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം പരിചയം ഉണ്ടാവും, നിങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പേജിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് താഴെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ബട്ടൺ കണ്ടിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനും കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുത്താനും കൂടുതൽ എൻക്വയറീസ് വരുത്താനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ അതൊരു ബേസിക് ഓപ്ഷൻ മാത്രമാണ്. അതിൽ ഓപ്ഷൻസും വളരെ ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് business.facebook.com/adsmanager എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ പോവുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, business.facebook.com/adsmanager. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആഡ്സ് മാനേജർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈൻഡ് യുവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആൻ ഒബ്ജക്റ്റീവ് എന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി ഒബ്ജക്റ്റീവ്സ് കാണാൻ പറ്റും. അതായത് ബ്രാൻഡ് അവയർനെസ്, റീച്ച്, ട്രാഫിക്, വീഡിയോ വ്യൂസ്, ആപ്പ് ഇൻസ്റ്റാൾസ്, ലീഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. ഒരു ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് ഓരോന്നും എന്താണെന്നുള്ള ക്ലിയർ പിക്ചർ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നും നമ്മൾ മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തന്നെ ഓരോ ബിസിനസ്സിനും ഓരോ പർപ്പസിനും നമ്മൾ ഇതിൽ ഓരോന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വെബ്സൈറ്റിൽ പോയി വെബ്സൈറ്റിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കണം. അപ്പോൾ നിങ്ങൾ ട്രാഫിക് അടിച്ച് ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾസ് എന്നുള്ള ഓപ്ഷനാണ് ചെയ്യേണ്ടത്. ആ ഒരു ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് നമ്മളെ മൈൻഡിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ലൊരു ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ഈ ഒരു കണ്ടിന്യൂഷനായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക, നല്ല ആഡുകൾ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന വീഡിയോസും കൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.